إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രാത്രി മുഴുവൻ മനോവിഷമവും ദുഃഖവും പകൽ മുഴുവൻ അപമാനകരമായി കഴിയേണ്ടി വരുന്ന വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ് സാമ്പത്തികമായ രംഗത്ത് നമ്മൾ കടബാധ്യതയെപ്പറ്റി പ്രവാചകന്റെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. കടബാധ്യതയുള്ള ഒരു വ്യക്തി, അവന് നിർഭയമായി അവന് ജീവിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ അവൻ ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളെ പൂർണാർത്ഥത്തിൽ അനുഭവിക്കാൻ, അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി പോലും പൂർണാർത്ഥത്തിൽ ആസ്വദിച്ച് കഴിക്കാൻ അവന് കഴിയില്ല എന്നാണ്. നമുക്കറിയാം,
അതുകൊണ്ടാണ് പ്രവാചകൻ രാത്രി മനോവേദനയിലും പകൽ ആളുകളെ കാണാൻ അഭിമുഖീകരിക്കാൻ പറ്റാത്ത വിധം അപകടാവസ്ഥയിലേക്ക്, മാനസികാവസ്ഥയിലേക്ക് ഒരാൾ തള്ളപ്പെടുമെന്നതാണ് പ്രവാചകന്റെ അധ്യാപനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ എല്ലാ അർത്ഥത്തിലും വളരെ സത്യമാണ്. നമ്മൾ കേൾക്കുന്ന പലപ്പോഴും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളിലും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിപ്പെട്ടത്, അത് കർഷകരാണെങ്കിലും മറ്റു പലരും കടത്തിന്റെ പേരിലായിരുന്നു അവർ ആത്മഹത്യകൾ ചെയ്തത്. ദീനീപരമായി ജീവിക്കുന്ന പലരും ആത്മഹത്യയുടെ വക്കിലെത്തിപ്പെടാനുള്ള കാരണം അവർക്ക് ഒരിക്കലും കൊടുത്തു തീർക്കാൻ കഴിയാത്ത വിധമുള്ള, വീട്ടാൻ കഴിയാത്ത കടക്കെണിതികളാണ്. ഇവിടെ ജീവിതത്തിൽ നമ്മൾ ഇസ്ലാം പറഞ്ഞ ഇത്തരം അധ്യാപനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിവെക്കേണ്ട ഒന്നല്ല ഇസ്ലാമികമായ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് താല്പര്യമുള്ളത് എടുക്കുകയും നമുക്ക് ബുദ്ധിമുട്ടുള്ളത് ഒഴിവാക്കുകയും ചെയ്യുന്ന രീതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് മുമ്പ് വേദക്കാരുടെ സ്വഭാവമായി, മനോഗതിയായി ഖുർആൻ പരിചയപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി പഠിപ്പിച്ച ഏതൊരു രംഗത്തും പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇവിടെ കടവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച അധ്യാപനങ്ങൾ വളരെ ഗൗരവമേറിയ അധ്യാപനങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യൻ മറ്റുള്ളവരെ ആശ്രയിച്ച് സഹകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തികളാണ്. മനുഷ്യർ എന്ന് പറയുന്നത് അവർക്ക് പരസ്പര സഹായവും സഹകരണങ്ങളും ഒക്കെ ആവശ്യമായി വരും. അവിടെ ഏറ്റവും വലിയ ഒരു ഇടപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ കടം വാങ്ങുക എന്നത്. ഇസ്ലാം അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അവിടെ ഇസ്ലാം അതിനെ ഗൗരവമായി പഠിപ്പിക്കുകയും എന്നാൽ അതിനെ ഒരു പുണ്യകരമായി പഠിപ്പിക്കുകയും ചെയ്തു. നമുക്കറിയാം, കടം കൊടുക്കാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവിടെ പണ്ഡിതന്മാർ അതിന്റെ ഹുക്കുമ് പറയുന്നിടത്ത് എന്താണ് അതിന്റെ ഹുക്കുമ്, നിർബന്ധമാണോ, അത് പുണ്യകരമാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് അത് പുണ്യകരമാണ്. കടം കൊടുക്കുക എന്നത് അത് സ്വതക്കയുടെ കൂലി പോലും കൊടുത്ത ആൾക്ക് കിട്ടുമെന്നാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന 2 തവണ ഒരാൾ കടം കൊടുത്താൽ അതിൽ 1 സ്വതക്കയാണെന്നാണ്. ഒരാൾ 50,000 രൂപ ഒരാൾക്ക് കടം കൊടുത്താൽ അതിന്റെ ഹാഫ് അയാൾക്ക് സ്വതക്കയുടെ കൂലി അയാൾക്ക് കിട്ടുന്നതാണ്. അയാൾക്ക് തിരിച്ചു കിട്ടാനുള്ളതാണെങ്കിലും അതിന്റെ 25,000 അയാൾ സ്വതക്ക ചെയ്ത കൂലി കടത്തിലൂടെ ഒരാളെ സപ്പോർട്ട് ചെയ്താൽ അയാൾക്ക് ലഭിക്കുമെന്നാണ്. അപ്പൊ 2 വട്ടം അയാൾ കടം കൊടുക്കുന്നുവെങ്കിൽ ഒരു സമ്പൂർണ്ണ സ്വതക്ക അയാൾക്ക് കിട്ടുമെന്നാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, അൽ അസ്ലു ഫിൽ ഹുക്മിൽ ഖർളി ബിൻ നിസ്ബത്തി ലിൽ മുഖ്രിലി അന്നഹു സുന്നത്തുൻ മുസ്തഹബ്ബത്തുൻ. അത് പുണ്യകരമായ ഒരു ആരാധനയാണ്, സുന്നത്താണ്, പുണ്യം കിട്ടുന്ന കാര്യമാണ്. വലൈസ വാജിബൻ, എന്നാൽ അത് നിർബന്ധമല്ല. ഒരാളുടെ കയ്യിൽ പണമുണ്ട്, അയാൾക്ക് കൊടുക്കാൻ കഴിയും, അത് കൊടുക്കൽ നിർബന്ധമാണോ? അല്ല. അയാൾക്ക് കൊടുക്കുന്നതിലൂടെ വലിയ പ്രതിഫലം അയാൾക്ക് കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാൾ കൊടുക്കാതിരുന്നാൽ അയാൾ കുറ്റക്കാരനാകില്ല, എന്നാൽ കൊടുത്താൽ അതിലൂടെ അയാൾക്ക് വലിയ പ്രതിഫലങ്ങൾ കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ ഗൗരവപ്പെട്ട നിർദ്ദേശങ്ങളാണ്. നമുക്കറിയാം, പലപ്പോഴും ആളുകൾ ബാങ്കിൽ നിന്ന് അമിതമായി ലോൺ എടുക്കുന്ന സ്ത്രീകൾ, അല്ലെ, പലിശക്കാരുടെ ബ്ലേഡ്, ഇത്തരം രീതികളിലൂടെയൊക്കെ വളരെ ലാഘവത്തോടുകൂടെ കുമിഞ്ഞുകൂടുന്ന പണം, അവരെ കാത്തു നിൽക്കുന്ന, നിർഭയമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥകൾ, അവിടെ തിരിച്ചടക്കുന്നതിനെ പറ്റി ബോധവുമില്ലാത്ത അത്തരം അവസ്ഥകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹലാലിനെ ഹറാമിനെ പറ്റി ചിന്തിക്കാത്ത ആളുകൾ. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാമുൻ. റസൂല പറഞ്ഞു, മറ്റൊരു മുസ്ലിമിന്റെ മേൽ പവിത്രമാണ് എന്ത്? ദമുഹു, അവന്റെ രക്തം, വ മാലുഹു, അവന്റെ ധനം, വ ഇർലുഹു, അവന്റെ അഭിമാനം. അപ്പൊ അവന്റെ മാൽ ഏറെ പവിത്രമാണ്, അന്യായമായി കൈപ്പറ്റാൻ ഒരു നിലക്കും പാടില്ലെന്ന് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. മറ്റുള്ളവന്റെ സമ്പത്ത് നമ്മുടെ അന്യായമായി നമ്മളിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തിക ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ നമുക്ക് ആവശ്യമായി വരും. ചിലപ്പോൾ കുറഞ്ഞ മാസങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, ആഴ്ചകൾക്ക് വേണ്ടിയായിരിക്കാം, താൽക്കാലികമായ ചില ദിവസങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. ഇതിനൊന്നും ഇസ്ലാം എതിരല്ല. അത്തരം സഹായ സഹകരണങ്ങളും ഒക്കെ നമുക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ മരണപ്പെട്ടാലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത വിധം, ചിലപ്പോ അവന്റെ അനന്തരാവകാശികൾക്ക് പോലും വീട്ടാൻ കഴിയാത്ത വിധം കോടികളുടെ, ലക്ഷങ്ങളുടെ കടബാധ്യതകൾ ഉണ്ടാക്കി വെക്കുന്നവർ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കടത്തിന് ഇസ്ലാം പണ്ഡിതന്മാർ കൊടുത്ത നിർവചനം തന്നെ ദൈൻ എന്ന പദത്തിന്, അറബിയിൽ ദൈൻ എന്നാണ് പറയാ.
വിശുദ്ധ ഖുർആനിലെ ഏറ്റവും നീളം കൂടിയ ഒരു ആയത്തുദ്ദൈനാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുദ്ദൈനാണ്. അവിടെ പഠിപ്പിക്കുന്ന മര്യാദ പോലും രണ്ടുപേർ തമ്മിലുള്ള കടബാധ്യതകൾ രണ്ടു സാക്ഷികളുടെ സാന്നിധ്യത്തിൽ എഴുതി രേഖപ്പെടുത്തുന്നതാണ് ഇസ്ലാമിന്റെ പ്രായോഗികമായ നിയമം. എന്തുകൊണ്ടാണ്? ഒരുപക്ഷെ നമ്മൾ ചെറിയ ഇടപാടുകൾ നടത്തുമ്പോൾ മറന്നുപോകാം. ഒരു 10,000 രൂപ കൊടുത്തു, ആ കൊടുത്തവൻ ഒരുപക്ഷെ വാങ്ങിയിട്ടുണ്ടാകും, പക്ഷെ അവൻ മറന്നു, അവൻ തന്നോ ഇല്ലേ സംശയം വന്നു. അത് അവൻ കൊടുത്തവൻ കുറ്റക്കാരനായി മാറുന്ന അവസ്ഥകൾ പോലും. അത്തരം അവസ്ഥകളില്ലാതിരിക്കാൻ അതിനെ കൃത്യമായി അതിനെ സാക്ഷികൾ വെച്ച് എഴുതി രേഖപ്പെടുത്താൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദൈൻ എന്ന പദത്തിന് അടിമയാവുക എന്നാണ്. പണം വാങ്ങിയാൽ വിധേയനായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ, പ്രയാസമുണ്ട് എന്ന നിർവചനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ച ചില നിർദ്ദേശങ്ങൾ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ ഗൗരവത്തിൽ അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന സ്വഹീഹായ ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് സഹാബികൾ പറയാണ്. എന്താണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഗ്സമി വൽ മഗ്റം. അല്ലാഹുവേ, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. മിനൽ മഗ്സമി, പാപഭാരങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വൽ മഗ്റമി, കൊമിഞ്ഞുകൂടുന്ന കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. റസൂൽ ഇതിങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. ചില റിപ്പോർട്ടുകളിൽ നമസ്കാരത്തിൽ ഇത് പ്രാർത്ഥിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയാണ് നിവേദനം ചെയ്യുന്നത്. സഹാബികൾ ചോദിച്ചു, മാ അക്സറ മാ തസ്തഈദു മിനൽ മഗ്റം. സഹാബികൾ ചോദിക്കാണ്, റസൂലെ, ഇത് ഇടക്കിടക്ക് നിങ്ങൾ പ്രാർത്ഥിക്കാൻ മാത്രം എന്താണ്, ഇത്ര ഗൗരവമുള്ള കാര്യമാണോ ഇത്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കാണ്, ഇന്ന റജുല ഇദാ ഗരിമ, ഒരു വ്യക്തി അവൻ കടമുള്ള വ്യക്തിയായാൽ റസൂല പറയാണ്, ഹദ്ദസ, അവൻ കളവ് പറയേണ്ടി വരും. അവൻ ഹദ്ദസ ഫകദബ, അവൻ സംസാരിക്കുമ്പോൾ കളവ് പറയേണ്ടി വരുന്നു. അവധി പറയുന്നു, നാളെ തരാമെന്ന് പറയുന്നു, അവധി നീട്ടേണ്ടി വരുന്നു, വാഗ്ദാനങ്ങൾ ലംഘിക്കേണ്ടി വരുന്നു. വാഗ്ദത്തം ലംഘിക്കേണ്ടി വരുന്നു. ഒരു വ്യക്തിയിൽ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ അവനിൽ അറിയാതെ സംസാരത്തിൽ കളവുകൾ വർദ്ധിക്കേണ്ടി വരുന്നു, വാഗ്ദത്തങ്ങൾ ലംഘിക്കേണ്ടി വരുന്നു, കരാറുകൾ അത് ലംഘിക്കേണ്ടി വരുന്നു എന്നാണ് പ്രവാചകൻ. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപഭാരങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വഹി ഇറങ്ങിയ സന്ദർഭം, അവിടെ സഹാബികളുണ്ട് കൂടെ. പ്രവാചകൻ വഹി ഇറങ്ങിയപ്പോ വളരെ ഗൗരവമേറിയ ഒരു കാര്യം, പ്രവാചകന്റെ നെറ്റിത്തടങ്ങൾ വിയർത്തു. പ്രവാചകൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ സഹാബികൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ നിങ്ങൾക്ക് പറ്റിയത്? വളരെ ഗൗരവമേറിയ ഒരു കാര്യം. റസൂല പറഞ്ഞു, ഏറെ തീക്ഷ്ണമായ ഒരു വിവരം എനിക്ക് വഹിയിലൂടെ അറിയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ സഹാബികൾ പറയാണ്, ഞങ്ങൾ പ്രവാചകനോട് ആ സമയത്ത് അതിനെപ്പറ്റി ചോദിച്ചില്ല, കാരണം പ്രവാചകന് പ്രയാസമാകുമോ? അത് ഏറെ തീക്ഷ്ണമായ ഒരു കാര്യം വഹി ഇറങ്ങിയിരിക്കുന്നു. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല റസൂൽ, നിങ്ങൾക്ക് നെറ്റിത്തടം വിയർത്ത് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിങ്ങൾ ബേജാറായ ആ വിഷയം എന്താണ്? പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളെ ഭയപ്പെടുത്തുന്ന പ്രയാസകരമായ ആ കാര്യം എന്തായിരുന്നു? റസൂല പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. വല്ലാഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്, ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി കൊല്ലപ്പെട്ടു. സുമ്മ ഊഹിയ അല്ലെങ്കിൽ സുമ്മ ആശ, രണ്ട് റിപ്പോർട്ടുകൾ കാണാം. പിന്നെ അവനെ ജീവിപ്പിച്ചു. സുമ്മ ഖുതില, വീണ്ടും അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടു. സുമ്മ ഊഹിയ, അവനെ വീണ്ടും ജീവിപ്പിച്ചു. സുമ്മ ഖുതില, വീണ്ടും അവൻ കൊല്ലപ്പെട്ടു. അങ്ങനെ നിരവധി തവണ അവൻ ഷഹീദായി വീണ്ടും ജീവിപ്പിച്ചു. അങ്ങനെ ഒരു മനുഷ്യൻ വഅലൈഹി ദൈനുൻ, അവന്റെ മേൽ കടമുണ്ട്. പ്രവാചകൻ ഇറങ്ങിയ വഹിയാണ്, മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ലാ അൻഹു ദൈനുഹു, അവനെ ആ കടം അവനിൽ നിന്ന് തീരുന്നതുവരെ സ്വർഗ കവാടങ്ങളിൽ അവൻ ഈ കടത്തിന്റെ പേരിൽ അവൻ തടയപ്പെടും. ആരാണ് അവൻ? അവൻ ഷഹീദാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തവണയല്ല 3 തവണയാണ് സുമ്മ ഉഹിയ സുമ്മ ഖുതില, സുമ്മ ഉഹിയ സുമ്മ ഖുതില എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. അവിടെ നമുക്ക് തോന്നും ചെറിയ ചില ലക്ഷങ്ങളുടെ കോടികളുടെ കടമിടപാടുകളെ പറ്റിയാണോ ഈ റസൂല പറഞ്ഞത്? അല്ല, 2 ദീനാറിന്റെ കാര്യത്തിൽ പോലും പ്രവാചകൻ കടമുള്ള വിഷയത്തിൽ ജനാസ കൊണ്ടുവന്നാൽ പ്രവാചകൻ എന്താണ് ചെയ്തത്? ഇമാം അബൂ ഖത്താദ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അദ്ദേഹം പറയാണ്, സമീഅതു അബ്ദുല്ലാഹി ഇബ്നു അബീ ഖത്താദ, ഉസ്മാൻ ഇബ്നു അബ്ദുല്ല പറയാണ്, അബൂ ഖത്താദ പറയുന്നത് ഞാൻ കേട്ടു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം
ഉത്തിയ ബിറജുലിൻ യുസല്ലി അലൈഹി, പ്രവാചകന്റെ പള്ളിയിലേക്ക് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സഹാബികളോട് പറഞ്ഞു, സല്ലു അലാ സാഹിബുക്കും, നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങൾ നമസ്കരിച്ചോ, റസൂൽ നമസ്കരിക്കില്ല എന്ന് പറഞ്ഞു. ഫഇന്ന അലൈഹി ദൈനൻ, അവന്റെ മേൽ കടമുണ്ട്. ആരുടെ? മയ്യത്താണ്. ആ മയ്യത്ത് കൊണ്ടുവന്ന് പ്രവാചകൻ ജനാസ നമസ്കരിക്കാൻ തയ്യാറായില്ല. നിങ്ങൾക്ക് നമസ്കരിക്കാം എന്ന് പ്രവാചകൻ സ്വഹാബത്തിന് അനുവാദം കൊടുത്തു. ഖാല അബൂ ഖത്താദ പറഞ്ഞു, ഹുവ അലയ്യ റസൂൽ, അവന്റെ കടം ഞാൻ ഏറ്റെടുത്തു കൊള്ളാം, അവന്റെ കടം ഞാൻ ഏറ്റെടുത്തു. അതിന് വക്കാലത്ത് അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാറി നിന്ന സാഹചര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമസ്കരിച്ചു. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അബൂ ഖത്താദയെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ ഏറ്റെടുത്ത കടം താങ്കൾ വീട്ടിയോ? അപ്പോൾ അബൂ ഖത്താദ പറഞ്ഞു, ബിൽ വഫാ, ഞാനത് വീട്ടിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന ബർറത്ത അലൈഹി ജിൽദഹു, ഇപ്പോൾ നീ അവന്റെ തൊലിയെ ഇതാ തണുപ്പിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകന്റെ പ്രയോഗം. ആ കടം വീട്ടിയതോടുകൂടെയാണ് അവന്റെ തൊലികൾക്ക് തണുപ്പ് വന്നത് എന്നാണ്. എത്ര ഗൗരവത്തോടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനെ കൈകാര്യം ചെയ്തത്. അപ്പോൾ നാം ഏറെ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യുഗ്ഫറു ലിശഹീദി കുല്ലു ഷൈഇൻ, ഷഹീദിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും, ഇല്ല ദൈൻ, ദൈൻ ഒഴികെ എന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ജനങ്ങളുടെ സമ്പത്ത് അത് കടം വാങ്ങുമ്പോൾ തന്നെ വാങ്ങുന്നവന്റെ മനസ്സിൽ ഉണ്ടാവേണ്ട ഉദ്ദേശം എന്താണ്? റസൂൽ അതും പഠിപ്പിച്ചു. എന്താണ് ഉദ്ദേശം? യുരീദു അദാഹ, ആരെങ്കിലും അത്യാവശ്യത്തിന് വാങ്ങൽ ഇസ്ലാമിൽ അനുവദനീയമാണ്, ചെയ്യേണ്ടതാണ്, അവന് ചെയ്യാം, അനുവാദമുണ്ട്, കൊടുക്കുന്നവന് കൂലിയുണ്ട് നമ്മൾ പറഞ്ഞു. എന്നാൽ ഉദ്ദേശിക്കേണ്ടത് എന്താണ്? അദാഹ, അത് വീട്ടാൻ അവൻ ഉദ്ദേശിക്കണം. കടം വാങ്ങുമ്പോൾ അത് വീട്ടാൻ ആത്മാർത്ഥമായി മനസ്സിൽ ഉദ്ദേശിച്ചു വാങ്ങിയവൻ അദ്ദല്ലാഹു അൻ, അവന്റെ കടത്തെ അള്ളാഹു അവന് വീട്ടാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കും. എന്നിട്ട് റസൂൽ പറഞ്ഞു, യുരീദു ഇത്ലാഫഹ, എന്നാൽ വാങ്ങുമ്പോൾ തന്നെ അവന്റെ മനസ്സിലുള്ളത് അവനെ സ്വീപ്പാക്കാനാണ്, അവനെ കൊടുക്കാതിരിക്കാനും അത് വാങ്ങി ആ രൂപത്തിൽ കൈകാര്യം ചെയ്യാനുമാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അത്ലഫഹുല്ലാ, അള്ളാഹുവിനെ നാശത്തിലേക്ക് കൊണ്ടുപോയിടും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ കാണാം, മൻ മാത വഹുവ യുരീദു മിൻ സലാസിൻ വഹുവ ബരീഉം മിൻ സലാസിൻ, ഒരാൾ മരണപ്പെട്ടു, അവൻ 3 കാര്യത്തിൽ നിന്ന് അവൻ ഒഴിവാണ്. 3 കാര്യത്തിൽ നിന്ന് ഒഴിവാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഹദീസാണ്. ഏതാണ് 3 കാര്യം? അൽ കിബർ, ഒന്ന് മിനൽ കിബർ, കിബറിൽ നിന്ന് ഒരാൾ മരണപ്പെടുത്തുന്നത്, ഒരു അഹങ്കാരത്തിന്റെ ഒരു അണു അവന്റെ ഹൃദയത്തിൽ ഇല്ലാതെ ഒരാൾ മരണപ്പെട്ടു, ഒന്നതാണ്. വൽ ഗുലൂല്, അനീതിയിൽ മറ്റുള്ളവൻ്റെത് കൈപ്പറ്റാത്തവൻ, എടുക്കാതിരിക്കുന്നവൻ. 3 വദ്ദൈൻ, കടബാധ്യത തീർപ്പാക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യൂല? സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന്. ആ കടബാധ്യതയില്ലാതെ, അനീതിയിൽ കൈക്കലാക്കാതെ, അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെ ആരെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിവായിട്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്തു? അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇനി മറ്റൊന്ന് നമുക്കറിയാം, അപ്പോൾ മരിക്കുമ്പോൾ കടബാധ്യതകൾ ഇല്ലാതെ മരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ കാണാം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു മുഅ്മിനിന്റെ ആത്മാവ് കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. എന്തുമായിട്ടാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്? അവന്റെ കടവുമായി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹത്താ യുഖ്ലാ അൻഹു, അവന്റെ ആത്മാവുകൾ സ്വർഗത്തിൽ നിന്ന് തടയപ്പെടും. ഏതുവരെ? അവന്റെ കടം പരിഹരിക്കപ്പെടുന്നതുവരെ അത് തടയപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് പൂർവീകർ, ഇസ്ലാമിനെ നെഞ്ചേറ്റിയ സഹാബികളും മഹത്തുക്കളുമായ സ്വാലിഹീങ്ങളായ അങ്ങനെയുള്ള പണ്ഡിതന്മാർ കടത്തെപ്പറ്റി സൂക്ഷ്മതയുള്ളവരായിരുന്നു. അവർ അതിനെപ്പറ്റി പറഞ്ഞ പരാമർശം എന്താണ്? ഇത്തഖില്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വലാ തമുത് വഅലൈക ദൈനുൻ, കടമുള്ളവനായിരിക്കെ നീ ഒരിക്കലും മരിച്ചു പോകരുത്. ഫയുഖദു മിൻ ഹസനാതിക്, അതിന്റെ പ്രശ്നം എന്താണ്? നിന്റെ ഹസനാത്തുകൾ മറിച്ചു കൊടുക്കപ്പെടുമെന്ന്. നീ ആർക്കാണോ കടം വീട്ടാനുള്ളത്, പണമായി കൊടുക്കാനുള്ളത്, എന്തെങ്കിലും രൂപത്തിൽ അന്യായമായി നിന്റെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നത്, അതിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്ത് ആരുടേതാണോ അന്യായമായി കയറിയത് അവന് നിന്റെ ഹസനാത്തുകൾ എടുക്കപ്പെടുന്ന ഒരു നാൾ പരലോകത്ത് വരാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ സമീപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കടം ഉള്ള ആളുകൾ അതിൻ്റെ പരിഹാരം എന്താണ്? അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. കടവുമായി ഇനി കടമില്ലാത്തവർക്കും എന്ത് ചെയ്യുക, അതിൽ നിന്ന് രക്ഷ ചോദിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥന എന്നത് അതിൻ്റെ ഒരു സബബാണ്, കാരണമാണ്, കടം പരിഹരിക്കപ്പെടാനുള്ള കാരണമാണ്. എന്നാൽ തെറ്റായ രീതികളിലൂടെ ഇതിൻ്റെ ചില തെറ്റായ വിശ്വാസങ്ങൾ പുലർത്തുന്നവരുണ്ട്. ബദർ മൗലീദിൽ അസ്മാഉരത്താൽ കടം വീടുമെന്നോവർ, ബദരീങ്ങളുടെ നാമങ്ങൾ ദിക്റായി ചൊല്ലിയാൽ, അത് പേരുകൾ എഴുതി തൂക്കിയാൽ കടം വീടുമെന്ന അന്ധവിശ്വാസമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന വരികളല്ല. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണ്? അതിന് ദുആകളുണ്ട് എന്നാണ്. റസൂലുള്ളാഹി അബീ സഈദുൽ ഖുദരി, അബൂ സഈദുൽ ഖുദരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ ഒരിക്കൽ ഒരു നിസ്കാരത്തിന്റെ വഖത്തല്ലാത്തൊരു സമയത്ത് പള്ളിയിലേക്ക് പോയി, ഒരു അസമയത്ത്. അപ്പൊ പള്ളിയിലേക്ക് പോയപ്പോൾ ഒരാൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹദീസിൽ കാണാം, അദ്ദേഹത്തിന്റെ പേര് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹം വളരെ മനോവിഷമത്തിൽ പള്ളിയിൽ തനിച്ചായിരിക്കുകയാണ്. പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടു, അദ്ദേഹത്തെ വിളിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ അബാ ഉമാമ, എന്താണ് അബൂ ഉമാമ, ഒരു അസമയത്ത്, ഒരു നമസ്കാരത്തിന്റെ വഖത്തിലല്ലാത്ത സമയത്ത് നിങ്ങൾ എന്താണ് പള്ളിയിൽ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു മനക്ലേശം, എനിക്ക് വലിയ പ്രയാസത്തിലാണ് ഞാൻ ഉള്ളത്, എനിക്ക് വലിയ കടബാധ്യത, ദൈൻ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പ്രവാചകനോട് പറയാണ്. വലിയ പ്രയാസത്തിലാണ്, എനിക്ക് ആളുകളുടെ മുന്നിലേക്ക് ഇറങ്ങി നടക്കാൻ കഴിയാത്ത വിധം ഞാൻ വലിയ പ്രയാസത്തിലാണ് റസൂലേ എന്ന് പറഞ്ഞു. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ഈ പ്രാർത്ഥന നീ എന്ത് ചെയ്യുക, പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചോടെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വൽ അജ്സി വൽ കസലി വജുബ്നി വൽ ബുഖ്ലി വലഇദ് ദൈനി വഗലബത്തിർ റിജാൽ. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു, മിനൽ ഹമ്മി മനോവിഷമത്തിൽ നിന്ന്, വൽ ഹസൻ ദുഃഖത്തിൽ നിന്ന്, വൽ അജ്സി ദുർബലതയിൽ നിന്ന്, വൽ കസലി അലസതയിൽ നിന്ന്, വൽ ജുബ്നി പിശുക്കിൽ നിന്ന്, വൽ ബുഖ്ലി ഭീരത്വത്തിൽ നിന്ന്, വലഇദ് ദൈൻ അതേപോലെ കടഭാരത്തിൽ നിന്ന്, വഗലബത്തിർ റിജാൽ അതേപോലെ തന്നെ ആളുകൾ എന്നെ കീഴ്പ്പെടുത്തുന്നവയിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന നീ എന്ത് ചെയ്യണം? അബൂ ഉമാമ രാവിലെയും വൈകുന്നേരം ഇത് ചൊല്ലണം. എന്നിട്ട് സ്വഹാബി പറയാണ്, ഞാൻ ഇത് ചൊല്ലി വഫഅൽതു ദാലിക, ഞാൻ ഇപ്രകാരം പ്രവാചകൻ പഠിഞ്ഞ ആ പരിഹാരത്തിന്റെ വഴി തേടി. എന്താ സംഭവിച്ചത്? ഫഅദ്ഹബല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കടം, എൻ്റെ പ്രയാസങ്ങളെല്ലാം എനിക്ക് പരിഹരിച്ചു തന്നു എന്ന് സ്വഹാബി പറയാണ്. അപ്പൊ അവർ കണ്ടത് നോക്കിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അത് അദ്ദേഹം പ്രാവർത്തിയാക്കി. ആ പ്രാവർത്തികമാക്കിയതിലൂടെ അദ്ദേഹത്തിന് അത് പരിഹാരമായി എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ വഗലബത്തിൽ അദുവ് വശമാത്തത്തിൽ അദാ എന്ന പ്രാർത്ഥന. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക, അല്ലാഹുവേ നീ ഹലാലായത് കൊണ്ട് എനിക്ക് തൃപ്തിപ്പെടുത്തി തരണമേ. അല്ലാഹ് ഹലാലാക്കി തന്ന സമ്പത്ത് കൊണ്ട് ജീവിതം തൃപ്തിപ്പെടാൻ അല്ലാഹുവേ എനിക്ക് സഹായിക്കണേ. അൻ ഹറാമിക, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് എന്നെ കാത്തുരക്ഷിച്ച് ഹലാല് കൊണ്ട് പടച്ചോനെ അതിലൊരു തൃപ്തി അടഞ്ഞ് ജീവിക്കാനുള്ള തൗഫീക്ക് തരണേ എന്നാണ്. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, അതേപോലെ നിന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് ഐശ്വര്യം വരുത്തി തരണമേ. നീ അല്ലാത്തവരുടെ ഔദാര്യം ചോദിക്കുന്നതിൽ നിന്ന് പടച്ചോനെ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഇതിന്റെ പരിഹാര വഴികളാണ്. ഈ പരിഹാര വഴികൾ തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കടം കൊടുത്തവർ
കൊടുക്കേണ്ടത് അവന് വീട്ടാൻ കഴിയുമോ എന്ന് കൊടുക്കുന്നവർ ആലോചിക്കേണ്ടതുണ്ട്. അവനൊരിക്കലും വീട്ടാൻ കഴിയില്ലെങ്കിൽ ആ സാമ്പത്തികമായി കടം കൊടുക്കാൻ ശേഷിയുള്ളവർ ചെയ്യേണ്ടത് എന്താ? അവൻ ഒന്നുകിൽ സ്വതക്കയായി അത് നൽകാനാണ് ശ്രദ്ധിക്കേണ്ടത്. സ്വതക്കയായി കൊടുക്കുക. കാരണം അവന് വലിയൊരു സംഖ്യ കൊടുത്ത് അവൻ അതിനുള്ളൊരു ബാക്കപ്പും അത് വീട്ടാനുള്ള ഒരു സാമ്പത്തിക ശേഷി അവനില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു സാമ്പത്തിക ശേഷിയുള്ള വ്യക്തി ചെയ്യേണ്ടത് അവന് സ്വതക്കയായി വിട്ടിയാൽ പിന്നെ ആ ബാധ്യതകളില്ല. കടമിടപാടായിട്ടല്ല അത് വരിക. അയാൾക്കത് ദാനധർമ്മമായി നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളെ വിഷയം പരിഹരിച്ചു കൊടുക്കുന്നു. അയാൾ കടമായി മാറുമ്പോൾ അത് അയാളുടെ മേൽ എന്നും ബാധ്യതയായി മാറുമെന്നാണ്. ഇനി കടം കൊടുത്ത ആളുകൾ അതിന് ഇളവുകൾ നൽകണം, അതിന് കാലപരിധികൾ നീട്ടിക്കൊടുക്കണം. ഇതൊക്കെ എവിടെയാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 280 ആയത്തിൽ അള്ളാന്റെ നിർദ്ദേശമാണ്. കടം കൊടുക്കുന്നവർ അവർക്ക് അവധികൾ, പ്രയാസമുണ്ടെങ്കിൽ, ഞെരുക്കമുണ്ടെങ്കിൽ അവർക്ക് നീട്ടിക്കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇനി കടം വാങ്ങിയവരിൽ വല്ല ഞെരുക്കക്കാരനും ഉണ്ടായിരുന്നാൽ അവന് ആശ്വാസം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ ഇട കൊടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ അത് ദാനമായി സ്വതക്കയായി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഏറ്റവും ഖൈറാണ്, നന്മയുള്ള കാര്യമാണ്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ. എത്ര മനോഹരമായ അധ്യാപനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രോത്സാഹനമാണ്. നമ്മൾ കടം കൊടുത്തവരിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് വലിയ ഭാരങ്ങളോ ബാധ്യതകളോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? അത് സ്വതക്കയായി വിട്ടുകൊടുക്കാം, അതിന് അവധികൾ നീട്ടിക്കൊടുക്കാം. അതിനുള്ള പ്രോത്സാഹനമാണ് സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, കടമുള്ള വ്യക്തികൾ മരണപ്പെട്ടാൽ അവന്റെ അനന്തരാവകാശ സ്വത്ത് പോലും, അനന്തര സ്വത്ത് പോലും എങ്ങനെ വായിക്കാൻ പറ്റൂ? അവന്റെ ഏക്കർ കണക്കിനുള്ള ഭൂമിയിൽ കാല് കുത്തണമെങ്കിൽ അവന്റെ കടം ആ സമ്പത്തിൽ നിന്ന് പരിഹരിച്ചിട്ട് അത് തൊടാൻ പറ്റുള്ളൂ. എവിടെയാണ് ഖുർആൻ പറഞ്ഞത്? മിൻ ബഅദി വസിയ്യത്തിൻ യൂസി ബിഹാ ഔ ദൈൻ, വല്ല വസിയത്തോ ദൈനോ കടമോ അവന്റെ പേരിൽ. ഒരാൾ മരിച്ചു, മക്കളുണ്ട്, പക്ഷെ സ്വത്ത് അനന്തരം പകുക്കുന്നതിന്റെ മുമ്പ് അയാളുടെ പേരിലുള്ള ബാധ്യതകളോ കടങ്ങളോ അതേപോലെ വസിയത്തുകളോ നിലനിൽക്കുന്നു. അയാൾ മരിച്ചു, ആദ്യം തന്നെ ഓഹരി വെച്ച് പോകലല്ല, ആദ്യം അയാളുടെ ഈ ബാധ്യതകൾ തീർക്കുക, എന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ആദ്യം പരിഹരിക്കേണ്ടത് ആ വ്യക്തി മരിച്ച ഓണറുടെ പേരിലുള്ള ബാധ്യതകൾ അയാളുടെ സമ്പത്തിൽ നിന്ന് പരിഹരിക്കണം. എന്നിട്ടാണ് ബാക്കി എന്ത് ചെയ്യേണ്ടത്? നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് അത് അനന്തര സ്വത്തായിട്ട് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ അത്തരം വീട്ടാൻ കഴിയാത്ത കടങ്ങൾ ഒരിക്കലും നമ്മുടെ പേരിൽ ഉണ്ടാകരുത്. ലാഘവമായി അതിനെ കാണരുത്. വളരെ അനിവാര്യമായ സമയങ്ങളിലാണ് നമുക്കത് ഉണ്ടാവേണ്ടത്. മാത്രമല്ല, കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരു രീതി നമുക്കുണ്ടാകണം. അതൊരു പള്ളിയുടെയോ സ്ഥാപനത്തിന്റെയോ ഒരു ടീം വർക്കിന്റെയോ മാത്രമല്ല, ഏതു കാര്യമാണെങ്കിലും നമുക്ക് കൃത്യമായ ഒരു ഡയറി, ഒരു പുസ്തകം കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മരിച്ചാലും ഒരുപക്ഷെ നമ്മുടെ ഭാര്യക്കോ മക്കൾക്കോ അലമാര തുറന്നെടുത്താൽ അവന് വീട്ടാനുള്ള കടങ്ങളുടെ ലിസ്റ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ കൃത്യമായി നമ്മൾ ഏതു കാര്യമാണ് കണക്ക്, വരവ് ചിലവ് കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് വേണം. അതൊരു സമിതിയുടേതാണെങ്കിൽ, ഏതെങ്കിലും നമ്മൾ ടീമായി ചെയ്യുന്നതാണെങ്കിൽ, അതേപോലെ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ മയ്യത്തിന്റെ പേരിലുള്ള കടങ്ങൾ അത് ചിലപ്പോ റസൂലുള്ളാഹി ബൈത്തുൽ മാലിൽ നിന്ന് വിട്ടിയ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അത് അന്വേഷിക്കണം. നമുക്ക് ബാധ്യതയാണ്, അവന്റെ പേരിൽ വല്ലതുമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത് മയ്യത്ത് അത് അടക്കം ചെയ്യുന്നതിന്, മയ്യത്ത് നമസ്കാരത്തിന് മുമ്പായി തന്നെ ആ ബാധ്യതകൾ നിർവഹിക്കാനാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മയ്യത്തിന്റെ മേലുള്ള കടബാധ്യതകൾ തീർക്കാത്ത അദ്ദേഹത്തിന്റെ സ്വർഗപ്രവേശനം നേരത്തെ പറഞ്ഞതുപോലെ അത് തടയപ്പെടുന്ന വിഷയമായതുകൊണ്ട് തന്നെ അതൊരു സാമൂഹ്യ ബാധ്യതയെ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കണിശമായി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ ഇന്നു നമ്മുടെ കയ്യിലേക്ക് വന്ന പണവും നമ്മൾ ക്രയവിക്രയം ചെയ്ത പണവും ഒക്കെ ഒരുപക്ഷെ എവിടെയും രേഖപ്പെടുത്താതെ പോയി നമ്മളിൽ മാത്രമാണ് അതിന്റെ അറിവുള്ളത്. നമ്മൾ ഇന്നു രാത്രി മരിച്ചു, ഇന്ന് ഉച്ചക്ക് മരിച്ചു, ആർക്കാണ് അതിനെപ്പറ്റി അറിയുക? നമ്മുടെ കയ്യിൽ ഒരാൾ തന്നതും നമ്മൾ കൊടുത്തതും വാങ്ങിയതും ഒക്കെ ആർക്കാണ് അതിനെപ്പറ്റി അറിവുണ്ടാവുക? അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്ക് ചെറിയ പേപ്പറുകളിൽ എഴുതി നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. എവിടെയെങ്കിലും അത് രേഖയാക്കി വെച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് അനന്തര
നമ്മുടെ മക്കൾക്കോ ബന്ധപ്പെട്ടവർക്കോ അത് കൃത്യമായി പരിശോധിക്കാനോ അറിയാനോ കഴിയാത്ത സാഹചര്യങ്ങൾ ആ മയ്യത്തിന്റെ മേൽ ബാധ്യതയായി, ആരും അറിയാതെ ബാധ്യതയായി നിൽക്കുമെന്നാണ്. അത് 100 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും അത് വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ മറക്കുകയോ അതല്ലെങ്കിൽ ആ കൊടുക്കപ്പെടേണ്ട വ്യക്തി മറന്നുപോവുകയോ ചെയ്താലും അത് ബാധ്യതയായി അതവിടെ ഉണ്ടാകുമെന്നത് നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഖുർആൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തിയ ഏത് കാര്യമാണ്? സൂറത്തുൽ ബഖറയിലെ 281 ആയത്തിൽ അല്ലാഹ് ഓർമ്മപ്പെടുത്തിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങൾ അത് പൂർണ്ണമായി പ്രതിഫലം നൽകപ്പെടുന്ന ലോകം അത് പരലോകമാണ്. വഹും ലാ യുദ്ലമൂൻ, അവിടെ ആരും അനീതിക്കോ അക്രമത്തിനോ വിധേയമാക്കപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളെ അതിൻ്റെതായ ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? കാണണം എന്നുള്ളതാണ്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, കച്ചവട ക്രയവിക്രയങ്ങളിൽ പലപ്പോഴും നിശ്ചിതമായ ഒരു തുക ആളുകളുടെ കയ്യിൽ നിന്ന് വലിയ ഒരു എമൗണ്ട് വാങ്ങി അത് മാസത്തിൽ ഇത്ര ഒരു ഫിക്സ്ഡ് എമൗണ്ട് തരാമെന്ന് പറഞ്ഞവർ പലരും അത്തരം കടക്കെണികളിലും അതേപോലെ അത്തരം പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും, കച്ചവടം എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചു. റിബ നിഷിദ്ധമാക്കി. കച്ചവടം എന്ന് പറയുമ്പോൾ ലാഭനഷ്ടങ്ങൾ ഉണ്ടാകും. ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും അതിന്റെ നഷ്ടം തുല്യമായി വരണം. 5 പേരാണോ 6 പേരാണോ എല്ലാവർക്കും നഷ്ടം ഉണ്ടാകണം. കച്ചവടം ലാഭം മാത്രമല്ല നഷ്ടത്തിലുമാകാം. എന്നാൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നിശ്ചയിച്ച് അതിലെ ചില രീതികൾ, ഹറാമായ ചില ഇത്ര ലാഭം തരാമെന്ന് പറഞ്ഞ് അവിടെ ഒരാളുടെ തലയിലേക്ക് മുഴുവൻ സാമ്പത്തിക നഷ്ടങ്ങളും ഭാരങ്ങളും വരുന്ന രീതി ഇസ്ലാം പഠിപ്പിക്കുന്ന രീതികളല്ല. അതുകൊണ്ട് തന്നെ ഷെയർ നിശ്ചയിച്ച് ആ നിലക്കുള്ള കാര്യങ്ങൾ വരുന്നത് നമുക്ക് വളരെ ഗൗരവത്തോട് ഇത്തരം വിഷയങ്ങളെയും കാര്യങ്ങളെയും നമ്മൾ നോക്കിക്കാണണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇസ്ലാമിന്റെ ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഗൗരവമായി ജീവിതത്തിൽ പാലിക്കുന്ന, പുലർത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പലരുമുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിന്ന് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്, പലരുമുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗം പൂർണ്ണമായി ശിഫ നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ, തെറ്റുകൾ അല്ലാഹു ഇനി ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു ഇനി ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദ്ദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.